ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബാഗാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തുണി കൊണ്ടുള്ള ബാഗാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന തുണി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വീതി 13 ഇഞ്ചാണ്, നീളം 17 ഇഞ്ചാണ്. ശേഷം അങ്ങിങ്ങായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലൈനിങ്ങും മിഡിൽ ഭാഗത്ത് ഞാൻ ഈ നോൺ വൂവൺ മാതിരിയുള്ള കവറിൻ്റെ അതാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഭാഗത്ത് പിന്നെ ലൈനിങ് ആണ്. ഇത്തരം കവറാണ്, കവറിൻ്റെ ഒരു പീസാണ് വെച്ചിട്ടുള്ളത്. ശേഷം നമുക്ക് ഒന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ആ രണ്ട് കോർണറും ആ മടക്ക് വശത്തെ ആ രണ്ട് കോർണറും നമ്മൾക്ക് 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ഒരു പീസ് തുണിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്ത ആവശ്യത്ത് രണ്ട് ഭാഗം ഒന്ന് വരച്ച് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ചാണ് രണ്ട് സൈഡിൽ നിന്നും 4 ഇഞ്ചെന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമുക്ക് ഹാൻഡിൽ വെക്കേണ്ടുന്നത്. അപ്പോൾ ഹാൻഡിലിൻ്റെ നീളം ഞാൻ 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സൈഡിലും രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ ഒരേ അളവിൽ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് രണ്ട് ഭാഗത്തെ ഒരേ ലെവലിൽ വരും. ഇനി നമ്മൾക്ക് സിബ് വയ്ക്കണം. അപ്പോൾ സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യുക. അപ്പോൾ ആ ഭാഗത്തോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ. ശേഷം നമ്മൾക്ക് അടുത്ത ഭാഗവും അതുമായിട്ട് സിബുമായിട്ട് ജോയിൻ ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സിബ് ഓപ്പൺ ചെയ്ത് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അവിടെയും കൂടി. അപ്പോൾ ഹാൻഡിൽ അങ്ങനെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് എംബ്രോയ്ഡറി വർക്കുള്ള തുണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ സിബിൻ്റെ അല്പം താഴ്ഭാഗത്തായിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് റണ്ണർ ഇടണം. ഇപ്പോൾ റണ്ണർ ഇട്ട് കഴിഞ്ഞു. ശേഷം നമ്മൾ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യുക. ശേഷം അവിടെ പൈപ്പിങ്ങും കൊടുക്കുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം രണ്ട് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം അവിടെയും കൂടി പൈപ്പിംഗ് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് ഇതിനെ നല്ല വശത്തേക്കാക്കാം. ഇപ്പം നമ്മുടെ ബാഗിൻ്റെ വർക്ക് കഴിഞ്ഞു. നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാണിത്. വർക്ക് ചെയ്യുന്നവർക്കും ഇത്തിരി ഉള്ളുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ ആ താഴ്വശത്ത് രണ്ട് ഒരേ ലെവലിനിരിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗം ഒന്ന് വേണമെങ്കിൽ നമ്മൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്പം ഒന്ന് പിടിച്ച് രണ്ട് സൈഡും. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ബാലൻസ് തന്നെ അല്പം തുണി കൂടി അതൊരു പേഴ്സായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇത് 7 ഇഞ്ചാണ് ഇതിൻ്റെ വീതി, 9 ഇഞ്ചാണ് നീളം. അപ്പോൾ ഒരു പീസ് തുണിയാണ് അത്. ഇതിൻ്റെ ഉള്ളിൽ ആ നോൺ വൂവൺ മാതിരിയുള്ള കവറിൻ്റെയാണ് ഞാൻ കട്ട് ചെയ്ത് പിന്നെ ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൂന്നും കൂടി ചേർത്ത് അങ്ങിങ്ങായിട്ട് ഒരു 1 ഇഞ്ച് വിട്ട് ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൽ നിന്ന് 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം സിബ് വയ്ക്കാൻ.
അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് സിബ് വയ്ക്കണം. സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. എന്നിട്ട് മറുഭാഗത്തും അതേപോലെ തന്നെ സിബുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഇവിടെയും കൂടി അല്പം ഇത് വെച്ച് ഇതിപ്പോൾ ഇതിലുള്ള തുണിയുടെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. വർക്കുള്ള ഭാഗം ലേസ് മാതിരി. ഇനി നമ്മൾക്ക് കട്ട് ചെയ്ത 1.5 ഇഞ്ച് ഇപ്പോൾ സിബുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. ശേഷം ടോപ്പ് സ്റ്റിച്ചും കൊടുക്കുക. ശേഷം ഇത് മടക്കി രണ്ടായിട്ട് നേർ പകുതിക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം അതേ അളവിൽ നമുക്ക് ഒരു പീസ് തുണി കൊണ്ട് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നേരെ ഹാഫ് എടുത്തിട്ട് അതിന് ഒരു 1/2 ഇഞ്ച് കൂടുതലിടണം. ഇപ്പം 4.5 ആണെങ്കിൽ ഇപ്പം 9 ഇഞ്ചാകുമ്പോൾ 4.5 ആണ്. അപ്പോൾ അതിൽ നിന്നും 5 ഇഞ്ച് എടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം പോക്കറ്റിന്. അപ്പം നമ്മൾ അടുത്ത സിബ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ 2 ഭാഗത്ത് നമ്മൾ സിബ് വെച്ചിട്ടുണ്ട്. ശേഷം ടോപ്പ് സ്റ്റിച്ചിങ് ചെയ്യുക. ഇനി നമ്മൾക്ക് ബാക്ക് സൈഡ് എടുത്തതിന് ശേഷം നമ്മൾക്ക് ആ 2 ഭാഗം 2 സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡൊന്ന് ജോയിൻ ചെയ്യണം. ആ സിബിൻ്റെ ഭാഗം മിഡിലാക്കി കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. നമുക്ക് കുറച്ച് തുണി കൊണ്ട് നമുക്ക് ഒരുപാട് യൂസാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇത് ഈ പേഴ്സിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾക്ക് കാർഡൊക്കെ വെക്കാം, ഒരു ഭാഗത്ത് നമുക്ക് പൈസ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാഗിനുള്ളിൽ വയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നല്ല വിസ്താരമുള്ളൊരു ബാഗാണ് ഹാൻഡ് ബാഗ്. ഇതിപ്പോൾ വലിയ സൈസ് കൂടെയാണ്, അതും ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റും. ഒരുപാട് യൂസ്ഫുള്ളാണിത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. ഓക്കെ, താങ്ക് യു.